ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 21. ബി.ജെ.പിക്ക് കൈയടിക്കുന്ന കോൺഗ്രസ് അധപ്പതനം. നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകർ വിഭാവന ചെയ്ത ബഹുസ്വര മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് ഇനി എത്ര കാലം തുടരാനാവുമെന്നത് ദേശീയ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമാണ്. ഔപചാരികമായി മാത്രം പാർലമെന്ററി ജനാധിപത്യം അവശേഷിക്കുന്ന ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റി തീർക്കാനാണ് ഒരു പതിറ്റാണ്ടോളമായി രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി. സഖ്യ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമാകേണ്ട നീതിപീഠത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലും ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘത്തിൻ്റെ ആജ്ഞാനുവർത്തികളാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ശ്രമങ്ങൾ ഭാഗികമായെങ്കിലും വിജയിച്ചതായി അവർ കണക്കാക്കുന്നുണ്ടാകണം. അത് പകരുന്ന വിജയോന്മാദമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും അതിനെ നയിക്കുന്ന പാർട്ടിയുടെയും എല്ലാ നടപടികളിലും തെളിഞ്ഞു കാണുന്നത്. ഇതിനെതിരെ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാം യോജിപ്പ് അടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമസ്ത മേഖലകളിലും പിടിമുറുക്കുന്ന സംഘപരിവാറിൻ്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ യോജിച്ച പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും ഈ പോരാട്ടത്തിൽ മറ്റുള്ളവരോടൊപ്പം കണ്ണിചേർന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ആ പാർട്ടി ദേശീയ തലത്തിൽ എതിർക്കുന്ന സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നടപടികളെ സംസ്ഥാനത്ത് കൈയടിച്ച് അംഗീകരിക്കുന്ന ദാരുണ രംഗമാണ് ഇവിടെ കാണുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സർവകലാശാല സെനറ്റുകളിലേക്ക് സംഘപരിവാറുകാരെ കുത്തിനിറയ്ക്കുന്ന ഗവർണറുടെ നടപടിയെ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ അനുകൂലിച്ചത്. വേണ്ടി വന്നാൽ BJPയിൽ ചേരുമെന്നും അതിന് ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും RSS ശാഖകൾക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ആളാണ് താനെന്നും മറ്റും വെളിപ്പെടുത്തി സംഘപരിവാർ മനസ്സ് പണ്ടേ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ. എന്നാൽ അവസരവാദത്തിൻ്റെ ആൾരൂപമാണെന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം തെളിയിച്ചിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാർത്ഥ താൽപര്യത്തോടെ സ്വേച്ഛാധിപത്യപരമായി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ അപലപിക്കാൻ മറ്റു കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല എന്നത് ആ പാർട്ടിയുടെ അധപതനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് സുധാകരൻ്റെ ചോദ്യം. കോൺഗ്രസുകാരെയും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന RSS നേതാവിൻ്റെ ഭാര്യയെയും വിശേഷ യോഗ്യതയൊന്നുമില്ലാത്ത BJPക്കാരെയും മറ്റും സർവകലാശാലയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുള്ള വേദികളിൽ തിരുകി കയറ്റുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ അന്യായമൊന്നും കാണുന്നില്ല. കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭയിലും കേരളത്തിൽ നിന്ന് ഒരംഗം പോലുമില്ലാത്ത പാർട്ടിയുടെ, അതായത് കേരള ജനതയുടെ അംഗീകാരം അല്പം പോലുമില്ലാത്ത പാർട്ടിയുടെ പ്രവർത്തകരെയാണ് സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തോടെ ഗവർണർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് അവർക്ക് വിഷയമല്ല. വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ അതുവഴി ജനാഭിലാഷത്തെ മറികടക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. UDF RSS നേതാക്കൾ ചർച്ച ചെയ്താണ് ഗവർണറുടെ പട്ടിക തയ്യാറാക്കിയത് എന്ന വിവരവും പരസ്യമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയെ വയനാട് MP ഒതുക്കിയ കുരുട്ടുബുദ്ധികളിൽ നിന്ന് രാജ്യവും കാലവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ വിവേകം പ്രതീക്ഷിക്കാനാവില്ല. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ സാധിക്കൂ എന്ന ധാരണയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ മുന്നണിക്ക് വൻ പിന്തുണ നൽകിയവരാണ് മലയാളികൾ. ആ ധാരണ തെറ്റായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് നിരന്തരം ചെയ്യുന്ന അനീതികൾക്കെതിരെ UDF MPമാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി സീറ്റ് പോലും ഇനി കിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ പ്രീണനം. UDFനെ വിജയിച്ചാൽ സുധാകരന്മാരെ എപ്പോൾ വേണമെങ്കിലും വിലക്കെടുക്കാമെന്ന് BJPക്കറിയാം. ഇത്തരം നേതാക്കളെ വിശ്വസിക്കാനാവില്ലെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെങ്കിലും സാധിക്കണം. ജോഡോ യാത്രയിലെ ആൾക്കൂട്ടം കണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന് വ്യാമോഹിച്ച രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മറ്റും പതനം പാഠമാകണം.